ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ഹാക്സും അതുപോലെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഹെൽപ്ഫുൾ പ്രൊഡക്ട്സുമാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ടിപ്പ് എന്തെന്നാൽ, നമ്മളെല്ലാം ദോശപ്പാൻ യൂസ് ചെയ്യുന്നവരാണല്ലേ, അതായത് അയൺ തവ. മിക്കവരുടെയും അയൺ തവ സൈഡ് ദോശ ചുടുന്നിടമൊക്കെ ഓക്കെ ആയിട്ട് സൈഡൊക്കെ റെസ്റ്റ് വന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ തവയുടെ റെസ്റ്റ് എല്ലാം ചുരണ്ടി വാഷ് ചെയ്ത ശേഷം 2-3 ദിവസം നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ച് നോക്കൂ, അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ നിങ്ങൾ ഇനി ദോശ ചുട്ട ശേഷം ഒരിക്കലും തവ വാഷ് ചെയ്ത് സൂക്ഷിക്കരുത്. നല്ല രീതിയിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് മാത്രമാണ് സൂക്ഷിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ടിപ്പാണ്, ഈ കുട്ടികളുള്ള വീട്ടിലെ മെയിൻ പ്രോബ്ലമാണ്. അവരുടെ കയ്യിൽ സ്കെച്ചോ പെന്നോ കിട്ടിയാൽ അവരെല്ലായിടത്തും കൊണ്ട് ചെന്ന് വരയ്ക്കും അത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻസിലാണെങ്കിൽ അതങ്ങനെയൊന്നും തുടച്ചാൽ പോകില്ല. ഇനി നിങ്ങൾ കുറച്ച് പേസ്റ്റ് എടുത്ത ശേഷം അതിലേക്ക് അപ്ലൈ ചെയ്ത് അതിനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് 1 മിനിറ്റോളം ഒന്ന് റബ്ബ് ചെയ്ത ശേഷം ഒന്ന് തുടച്ച് നോക്കൂ. പെർഫെക്റ്റ് ആയിട്ട് ആ ഷെയ്ഡ് എല്ലാം പോവും. അതുപോലെ ഞാൻ ഈ കഷ്ടപ്പെട്ട് തുടയ്ക്കുന്ന കളർ പോയൊന്നും അല്ല കേട്ടോ, അതും വൈറ്റ്നർ വെച്ച് വരച്ചതാണ്. അതിനെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞാലേ അത് പോകത്തുള്ളൂ. മൂന്നാമത്തേത് ഒരു ടിപ്പല്ല കേട്ടോ, ഒരു പ്രൊഡക്റ്റാണ്. നമ്മളെല്ലാവർക്കും യൂസ്ഫുള്ളായ സാധനമാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ. ബട്ട് ഇതിന് പ്രോപ്പറായിട്ട് മടക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും നമ്മുടെ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പണിയെടുക്കേണ്ടതായിട്ടൊന്നുമില്ല. അതിന് ജസ്റ്റ് ഒന്ന് കൈക്ക് ചുരുട്ടിയ ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടത്തിലൊരു ഹോളുണ്ട്, അതുവഴി നമുക്ക് ഇഷ്ടമുള്ളതിനെ എടുക്കാനും പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ വലിയ സൈസും അവൈലബിൾ ആണ്, വേറെ പല മോഡൽസും അവൈലബിൾ ആണ്. എന്തായാലും ഞാൻ സൈസ് നോക്കാതെ വാങ്ങിയ പറ്റിയ മിസ്റ്റേക്കാണ് എനിക്ക് പറ്റിയത്. നിങ്ങൾ നോക്കി വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വലുതും നല്ല മോഡലും തന്നെ നോക്കി വാങ്ങിച്ചോളൂ. നാലാമത്തേത് ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, ഹുക്സ്. ഇത് നമുക്ക് ആവശ്യാനുസരണം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിതുപോലെ കിച്ചണിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ ഓരോ സാധനങ്ങളും സൂക്ഷിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് വെച്ചാണ്. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് അടുത്തും, അല്ലാത്തവയൊക്കെ ദൂരെയും. ഇതിനൊന്നും വേണ്ടി നമുക്ക് ഒരാണിയെടുത്ത് അടിച്ച് ടൈലൊന്നും ഡാമേജ് ആക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ഹുക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി അഞ്ചാമതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ടാപ്പിൻ്റെ കണക്ടറാണ് കേട്ടോ. എൻ്റെ കിച്ചണിലെ ടാപ്പിൽ നിന്ന് ഇങ്ങനെയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ കൈവച്ചാൽ ചുറ്റുമുള്ള എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ടാപ്പിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയതാണ് ഈ കണക്ടർ. ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പും വേണ്ട. ഇതിന് 2 മോഡിൽ വെള്ളം വരും. വെള്ളം വളരെ കുറച്ച് മാത്രമേ ഇതുവഴി ചിലവാകത്തുമുള്ളൂ. അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇത് ചില നേരം ചില ടാപ്പുകളിൽ ഫിക്സ് ആവത്തില്ല. അപ്പോൾ അകത്തുള്ള ബുഷ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇത് ഈസി ആയിട്ട് ഫിക്സ് ആവുകയും ചെയ്യും. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഐഡിയ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇത് വർക്കല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ക്ലിപ്പ് ഡിറ്റാച്ച് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അതിനെ കണക്ട് ചെയ്യാവൂ. എന്നിട്ട് ആ ക്ലിപ്പ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ വളരെ സക്സസ് ആയിട്ട് അത് നടക്കും. ഇനി നെക്സ്റ്റും ഒരു പ്രൊഡക്റ്റാണ്, വയർ ബ്രഷാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മുടെ കണ്ണിലെത്തിപ്പെടാത്ത രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ അഴുക്കിരിക്കും കേട്ടോ. ഈ ചായപാത്രത്തിൻ്റെ സൈഡിലെ സ്ക്രൂവിലായാലും ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ സ്റ്റീൽ മഗ്ഗിൻ്റെ ഈ അടിഭാഗമൊക്കെ. പക്ഷേ ഇവിടെ എല്ലാം വളരെയധികം അഴുക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് സെറ്റ് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഴുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു 3 പീസ് ബ്രഷ് സെറ്റാണ്. അതിലൊരെണ്ണം പ്ലാസ്റ്റിക്കിൻ്റെ വയേഴ്സ് ഉള്ളതും 2 മെറ്റാലിക് വയേഴ്സ് ഉള്ളതുമാണ്. ഇത് ഒരുവിധം എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാനിത് പർച്ചേസ് ചെയ്തത് ഡിയോഡാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ വില കുറഞ്ഞാണ് സാധാരണ അതിൽ കിട്ടുന്നത്. നമ്മുടെ സാധാരണ ഉള്ള വിലയേക്കാളും വളരെ വിലക്കുറവിലാണ് അത് അവൈലബിൾ ആവുന്നത്. ഇതെല്ലാം ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് എന്തുമാത്രം അഴുക്ക് കിട്ടിയാൽ നിങ്ങൾ കണ്ടോ. ഇനി അടുത്തതൊരു ടിപ്പാണ് കേട്ടോ. മിക്കവരുടെ മിക്സിയുടെ കുഞ്ഞു ജാറിൽ ഒരളവിലധികം വെള്ളം ഒഴിച്ചാൽ അതെല്ലാം പെടുന്നതിന് വെളിയിലേക്ക് വരുമല്ലേ. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതുപോലെ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ, അത് ഒക്കുപ്പൈ ആവുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവറോ വെച്ച് കൊടുത്താൽ ഈ ചുറ്റും തെറിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് മിക്സി മാത്രം തുടയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും തുടയ്ക്കേണ്ടി വരും. ഇനി അടുത്തൊരു ടിപ്പാണ്, നമ്മളെല്ലാം ഓയിൽ യൂസ് ചെയ്തിട്ട് തിരിച്ച് വെക്കുമ്പോഴേക്കും അതിൻ്റെ സൈഡിൽ കൂടെ ഓയിൽ ഒലിച്ച് തറയിൽ വീഴാറുണ്ടല്ലേ. ഇനി നെക്സ്റ്റ് നിങ്ങളൊരു ട്രേ മേടിച്ചിട്ട് ട്രേയിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഓയിലിനെ. അതുപോലെ തന്നെ ആ ട്രേയിൽ നിങ്ങൾ ഓയിൽ ക്യാൻ വെക്കുന്നതിന് മുന്നേ അടിയിലൊരു ടിഷ്യൂവും കൂടെ വിരിച്ചിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒലിച്ചു പോകുന്ന ഓയിൽ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രേയിലോ കിടക്കില്ല. അതുപോലെ തന്നെ ഒരുവിധം വലിയൊരു മെസ്സിനെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനും സാധിക്കും.
ഞാൻ ഈ ട്രേ മേടിച്ചത് രാമചന്ദ്രനിൽ നിന്നും ഈ ഓയിൽ ക്യാൻ മേടിച്ചത് മീഷോയിൽ നിന്നുമാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഓയിൽ ക്യാൻ്റെ ലിങ്ക് കൂടെ ഞാൻ കമൻറ്റിൽ ഇടാം. ഇനി അടുത്തൊരു ടിപ്പാണ്, നമ്മൾ ഈ മോട്ടർ ആൻഡ് പിസ്റ്റൽ യൂസ് ചെയ്ത ശേഷം എപ്പോഴും നമ്മൾ അതിനകത്ത് ഒരു ടിഷ്യൂ വെച്ച ശേഷം മാത്രമേ ആ പിസ്റ്റൽ നമ്മൾ അതിനകത്ത് വെക്കാവൂ. ഇതിൽ നിന്ന് നമുക്ക് പല്ലി ആയാലും പാറ്റയായാലും അതിനകത്ത് ഇറങ്ങുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു ടിപ്പ് എന്തെന്നാൽ, നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇതുപോലെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ആക്കി സൂക്ഷിക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികൾ എളുപ്പമാക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറച്ച് സോപ്പ് എടുത്ത് നനച്ച് ചെയ്യുന്നേക്കാളും വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് 2-3 വട്ടം സ്പ്രേ ചെയ്ത് ഒരു ക്ലോത്ത് കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ അഴുക്കിനെയും വൈപ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്തെന്നാൽ, നമ്മൾ ഇനി വാങ്ങുന്ന എല്ലാ മസാലാസും, അതായത് നമ്മൾ ഈ രസം പൗഡർ, സാമ്പാർ പൗഡർ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന മസാലയില്ലേ, അതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചിടാതെ ഇതുപോലെ മസാല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ബോക്സിലേക്ക് നിങ്ങൾ അതിനെ ഇറക്കി വെച്ച് യൂസ് ചെയ്ത് നോക്കൂ. മസാല നമുക്ക് സ്പില്ലായി പോകത്തുമില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്തെടുക്കാനും ഹെൽപ്ഫുള്ളാണിത്. ഇനി അടുത്ത യൂസ്ഫുൾ പ്രോഡക്റ്റ് എന്താണെന്നോ, ഇതൊരു കത്തി മൂർച്ച കൂട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് വന്ന ശേഷം ഞാൻ കത്തി മൂർച്ച കൂട്ടാനും കൊടുക്കാറില്ല, അതുപോലെ തന്നെ പുതിയ കത്തി വാങ്ങലും നിർത്തി. കാരണം ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് മതി. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ 3 ഇതുണ്ട്, അതിൽ 3 എണ്ണത്തിലും വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും നമുക്ക്. നെക്സ്റ്റ് ടിപ്പ് വളരെ കുഞ്ഞു കിച്ചണുള്ളവർക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് പാത്രം കഴുകി വയ്ക്കാനൊക്കെ സ്ഥലക്കുറവ് കാരണം, അതുകൊണ്ട് നമ്മൾ ഈ ട്രേയുടെ അടിയിൽ എപ്പോഴും ഒരു ക്ലോത്ത് വിരിച്ച ശേഷം ഇത് നമുക്ക് പാത്രം കഴുകുന്നതിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അത് നമ്മുടെ ട്രേയിൽ നിന്ന് വരുന്ന വെള്ളത്തെ അബ്സോർബ് ചെയ്യാനും ഈ പാത്രം കഴുകി വരുന്ന ബാക്കി വെള്ളം ബാക്കി സ്ഥലത്തേക്ക് ഒലിച്ചു പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്തെന്നാൽ, നമ്മൾ ഈ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന കവറില്ലേ, അത് നമ്മൾ വാഷ് ചെയ്ത് കിച്ചണിൽ സൂക്ഷിച്ചാലും എത്ര വാഷ് ചെയ്താലും അതിനൊരു സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെയുള്ള കവറെല്ലാം, അതുപോലെ തന്നെ പാല് വാങ്ങിക്കുന്ന കവറോ ഫിഷ് മേടിക്കുന്ന കവറോ എന്ത് കവറായാലും നമ്മൾ ഇതുപോലൊരു ഹാങ്ങർ എടുത്ത് അതിനകത്ത് കൊളുത്തി, മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാങ്ങർ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ക്ലിപ്പ് ചെയ്തിടാം. അതിന് നമ്മളിങ്ങനെ ജനലിൻ്റെ പുറത്തേക്കിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലുള്ള ബാഡ് സ്മെല്ല് ഒഴിവായി കിട്ടും. ഇങ്ങനെ ഉണങ്ങിയ കവറിനെ നമുക്ക് മടക്കി വെച്ച ശേഷം ഹരിതകർമ്മസേനയ്ക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് ചെറിയ കിച്ചണിലുള്ളവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ ഇതുപോലെ ഡോറിൽ അറ്റാച്ച് ചെയ്യുന്ന ഹാങ്ങേഴ്സ് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ആൻഡ് ഇതുപോലത്തെ 2 ഹാങ്ങേഴ്സും നമുക്ക് ഒരുവിധമുള്ള മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഷോപ്സിയിലും എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് ടിപ്പ് എന്തെന്നാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന പെരുംജീരകം ഇല്ലേ, അതെപ്പോഴും നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഇത് വെളിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവാനും അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ജീരകം ഫ്രീസറിൽ സൂക്ഷിക്കണം. ഇനി അടുത്തൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ ഈ എഗ് ഹോൾഡർ. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ സ്പേസിൽ ഒരുപാട് എഗ്ഗിനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു വാല്യുബിൾ ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ വാങ്ങുന്ന മല്ലിയില ആയാലും പുതിന ഇല ആയാലും നമ്മൾ സൂക്ഷിക്കുന്ന കണ്ടെയ്നറിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഇലയുടെ മണ്ടയിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ, ഏകദേശം 1.5 ആഴ്ചയോളം നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് അതിനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ പുതിന ഇല വാങ്ങിച്ചപ്പോഴേ ഈ അവസ്ഥയായിരുന്നു. ഇത് രണ്ടും ഞാൻ നോമ്പ് തുടങ്ങുന്ന സമയത്ത് മേടിച്ചതാണ്. അപ്പം നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ ആവശ്യാനുസരണം മാറ്റി കൊടുത്താൽ അത്യാവശ്യം 1.5 ആഴ്ചയോളം ഇത് നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം. അതുപോലെ കിച്ചണിൽ നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ നമ്മൾ വാങ്ങുന്ന എന്ത് സാധനമായാലും അതിൻ്റെ ചെറിയൊരു ക്വാണ്ടിറ്റി ഇതുപോലെ ബോക്സുകളിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ അവസാനത്തെ പ്രൊഡക്റ്റാണ് ഈ സ്ലൈസർ കേട്ടോ. ഒരുപാട് ഒനിയനൊക്കെ സ്ലൈസ് ചെയ്യുന്ന വീടുകളിൽ വളരെ ഹെൽപ്ഫുള്ളായ ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിരിക്കും ഈ സ്ലൈസർ കേട്ടോ. ഇത് നമ്മുടെ ജോലിയെ വളരെ എളുപ്പമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.